എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 7ാമത്തെയും 8ാമത്തെയും ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. ഈ 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. നന്ദഗോപരെ വസുദേവർ ആശ്വസിപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് ആദ്യം 7ാമത്തെ ശ്ലോകം നോക്കാം. സംരക്ഷതാ സജ്ജനപാരിജാതം വിഷദ്രുമം വൈരിജനസ്യ ശൗരിം അഹഞ്ച വംശശ്ച യദോർമഹീ ച സംരക്ഷിതം സർവമപി ത്വയൈവ. ആദ്യം പദച്ഛേദം പറയാം. സംരക്ഷതാ സജ്ജനപാരിജാതം വിഷദ്രുമം വൈരിജനസ്യ ശൗരിം അഹം ച വംശഃ ച യദോഃ മഹീ ച സംരക്ഷിതം സർവം അഭി ത്വയാ ഏവ. അവസാനത്തെ 2 വരിയിൽ ചെറിയ വാക്കുകൾ ധാരാളം വരുന്നുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണനെ സംരക്ഷിച്ചത് കൊണ്ടുണ്ടായ ഗുണഗണങ്ങൾ, യാദവന്മാർക്കുണ്ടായ ഗുണങ്ങളെ പറ്റിയിട്ടാണ് വസുദേവർ നന്ദഗോപരോട് പറയണത്. എന്താ പറയണതെന്നാണെങ്കിൽ, സജ്ജനപാരിജാതം വൈരിജനസ്യ വിഷദ്രുമം. ശൗരിയുടെ അതായത് ശൗരി ശ്രീകൃഷ്ണൻ്റെ 2 വിശേഷണങ്ങൾ. ഒന്ന്, സജ്ജനപാരിജാതമാണ്. സജ്ജനങ്ങൾക്ക്, നല്ല ജനങ്ങൾക്ക്, സാധുവൃത്തന്മാരായിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തു നടക്കുന്നവർക്ക് ഭഗവാൻ പാരിജാതമാണ്. പാരിജാതം എന്നുള്ളതിന് ദേവലോക വൃക്ഷം, എന്ത് അഭീഷ്ടങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന വൃക്ഷത്തിനെയാണ് പാരിജാതം എന്ന് പറയുന്നത്. 5 ദേവതരുക്കളുണ്ട് എന്ന് വ്യാഖ്യാനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിൽ, മന്ദാര പാരിജാതക സന്താന കൽപ്പവൃക്ഷ ഹരിചന്ദനം ച. ഇത് 5 എണ്ണമാണ് ദേവതരുക്കൾ. ഈ ദേവതരുക്കളെല്ലാം തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ, ഇഷ്ടമുള്ളത് മുഴുവനും സാധിപ്പിച്ചു തരുന്ന വൃക്ഷങ്ങളാണ്, നന്ദനവനത്തിൽ കാണുന്ന വൃക്ഷങ്ങൾ. അപ്പോൾ ഈ പേരുകളിലൊക്കെ നമ്മൾ ശ്രീകൃഷ്ണനെ ആയാലും അല്ലെങ്കിൽ വർണ്ണിക്കുന്ന സമയത്ത് രാജാക്കന്മാരെയൊക്കെ വർണ്ണിക്കുമ്പോൾ മന്ദാരവൃക്ഷമായിട്ടും പാരിജാതമായിട്ടും അതുപോലെ തന്നെ കൽപ്പവൃക്ഷമായിട്ടും ഒക്കെ പറയാറുണ്ട്. ഇവയ്ക്കൊക്കെ ഏതാണ്ട് ഒരേ സ്വഭാവമാണുള്ളത്. ഇംഗിതം മുഴുവനും സാധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ പറയാണ്, സജ്ജനങ്ങൾക്ക് മുഴുവനും പാരിജാതമായിട്ടുള്ള, സജ്ജനങ്ങളെ അനുഗ്രഹം കൊണ്ട് പൊതിയുന്ന, അവർക്കെല്ലാം നൽകുന്നവനായ അങ്ങനെയുള്ള ഭഗവാൻ, അതാണ് സജ്ജന പാരിജാതം. ഇനി പാരിജാതം മാത്രമല്ല, ഭഗവാന്റെ സ്വഭാവം മാറുകയും ചെയ്യും. ആരെ സംബന്ധിച്ചിടത്തോളം, വൈരിജനസ്യ വിഷദ്രുമം. വൈരിജനങ്ങൾക്ക് ഭഗവാൻ ഒരു വിഷമരമാണ്, വിഷവൃക്ഷം. എല്ലാം നൽകുന്ന വൃക്ഷമായ അതേ വൃക്ഷം തന്നെ വൈരികൾക്ക് വിഷവൃക്ഷമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്തുകൂടെ പോയാൽ തന്നെ ആൾക്കാർ മരിച്ചു പോവും. ആ മരത്തിൽ തട്ടി വരുന്ന കാറ്റേറ്റാൽ തന്നെ മരിച്ചു പോവും, ഇല ഭക്ഷിച്ചാൽ മരിച്ചു പോവും. അങ്ങനെ മൊത്തം വിഷമയമാണ് വൈരികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരേ ആളെ തന്നെ 2ആയിട്ട് വർണ്ണിക്കുകയാണ്. അവിടെ ഉല്ലേഖാലങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരേ ആളെ തന്നെ പലരും പലതായി കാണുന്നതിനെയാണ് ഉല്ലേഖാലങ്കാരം എന്ന് പറയുന്നത്. സജ്ജനങ്ങൾ ഭഗവാനെ പാരിജാതമായിട്ട് കാണുന്നു. ദുർജനങ്ങൾ, അതായത് ശത്രു സൈന്യങ്ങൾ ഭഗവാനെ വിഷവൃക്ഷമായിട്ടും കാണുന്നു. വൈരിജനസ്യ വിഷദ്രുമം ശൗരിം. അങ്ങനെയുള്ള ശൗരിയെ സംരക്ഷതാ ത്വയാ, സംരക്ഷിക്കുന്നവനായ അങ്ങയാൽ. അങ്ങാണല്ലോ ഈ ഭഗവാനെ, ശ്രീകൃഷ്ണനെ വളർത്തി വലുതാക്കിയത്. ഇത്രയ്ക്ക് കഴിവുകളുള്ള പുത്രനെ ആരും കാണണ്ട, കംസൻ മനസ്സിലാക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് വളരെ രഹസ്യമായിട്ട് അമ്പാടിയിൽ കൊണ്ട് പാർപ്പിച്ചേക്കുമായിരുന്നു വസുദേവർ. നന്ദഗോപർ അത് അറിഞ്ഞതന്നെയില്ല. അങ്ങനെ അത്രയും കാലം രഹസ്യമായിട്ട് അവിടെ വളർന്നത് കൊണ്ട് ബാലകനെ യാതൊരു കേടുകളുണ്ടായില്ല. അങ്ങനെ വളർത്തി വലുതാക്കിയത് കൊണ്ട് അങ്ങ് വലിയൊരു ദൗത്യമാണ് പൂർത്തീകരിച്ചത്. അതെന്താണ് എന്ന് പറയാണ്. ത്വയാ ഏവ, അങ്ങയാൽ തന്നെ, അങ്ങ് ഒരാൾ വിചാരിച്ചത് കൊണ്ടാണ്, അങ്ങ് ഉണ്ടായത് കൊണ്ടാണ്. അഹം ച, ഈ ഞാനും, വംശഃ ച, ഞങ്ങളുടെ വംശവും, യദോഃ മഹീ ച, യാദവന്മാരുടെ ഭൂമിയും, സർവം അഭി സംരക്ഷിതം. ഇനി അതൊന്നുമല്ല, എന്തൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടോ, ശ്രീകൃഷ്ണൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എന്തെല്ലാം അവകാശപ്പെടാമോ അതെല്ലാം തന്നെ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അഹങ്കാരത്തോടു കൂടി പറയുന്നത് അങ്ങ് ഒരാൾ കാരണമാണ്. അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ, അങ്ങ് ഞങ്ങളുടെ മകനെ കേടുപാടുകളൊന്നും വരാതെ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ
വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി പരിപാലിച്ചു. അപ്പോൾ എൻ്റെ വംശം, എൻ്റെ കുലം, എൻ്റെ ഭൂമി ഇത് മുഴുവനും എനിക്ക് കിട്ടിയത് ഈ ശ്രീകൃഷ്ണൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണല്ലോ. അത് അങ്ങക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു വലിയ ദൗത്യമാണ്. അങ്ങില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെ നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാ ആ ഒരു നന്ദിയും അല്ലെങ്കിൽ ആ ഒരു കൃതജ്ഞതയും ഈ വാക്കുകളിൽ കൂടെ വസുദേവര് നന്ദഗോപരെ അറിയിക്കുകയാണ് ചെയ്യണത്. അവസാനത്തെ 2 വരിയിൽ ച എന്നിങ്ങനെ ചേർക്കണത് വാക്യാലങ്കാരമാണെങ്കിലും അതിൻ്റെ അർത്ഥം ഇതാണ്: ഞാനും എൻ്റെ വംശവും എൻ്റെ ഭൂമിയും എൻ്റെ സകലതും തന്നെ എനിക്കിപ്പോൾ കിട്ടിയത് അങ്ങ് കാരണമാണ് എന്ന് പറയുമ്പോൾ ആ വലിയൊരു വിധേയത്വം, നന്ദഗോപരോട് വസുദേവർക്കുള്ളതായ വിധേയത്വമാണ് അവിടെ കവി നമുക്ക് വ്യാഖ്യാനിച്ചു തരണത്. നമുക്ക് 8ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പുരൈവമേ പുണ്യകൃതാം പുരോഗ മനീഷിതം സർവമഭിവ്യധായി ഭൂയോപി ലോഭാതിശയാദഹം ത്വാം അഭ്യർത്ഥയേ കേവലമേ തദേകം. നമുക്ക് പദച്ഛേദം പറയാം. പുരാ ഏവ മേ പുണ്യകൃതാം പുരോഗ മനീഷിതം സർവം അഭി വ്യധായി ഭൂയ അഭി ലോഭാതിശയാദ് അഹം ത്വാം അഭ്യർത്ഥയേ കേവലം ഏതത് ഏകം. ഇവിടെ ഇനിയും ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണെന്നാണ് പറയണത്. എന്തായിരിക്കും വസുദേവർ അഭ്യർത്ഥിക്കണത്? ഇത്രയും കാലം വേണ്ടതുപോലെ നോക്കി നടത്തിയതൊന്നും പോരാണ്ട് ഇനിയും ഒരു അഭ്യർത്ഥനയോ എന്ന് നമുക്ക് തോന്നാം ഈ ഒരു ശ്ലോകത്തിൽ. പക്ഷെ വായിച്ചു വരുമ്പോൾ ഇത്ര നല്ലൊരു അഭ്യർത്ഥന ഇനി ഉണ്ടാവില്ല എന്നുള്ളതും തോന്നും. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതായ ഒരു വിഷമം വസുദേവർ മാറ്റണതായിട്ട് അത് സുകുമാരകവിയുടെ ഒരു ഭാവനയായിരിക്കണം. അത് ആ ശ്ലോകം ചൊല്ലുമ്പോഴേ പറയണുള്ളൂ. എല്ലാവരുടെ മനസ്സിലൊരു ആകാംക്ഷയായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു കുളിർമ തോന്നി. വസുദേവരുടെ മാഹാത്മ്യം നമ്മളവിടെ തിരിച്ചറിയാണ്. യഥാർത്ഥത്തിൽ അത് വസുദേവർ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ സുകുമാരകവിയുടെ മനസ്സിൽ നമുക്കൊക്കെ തോന്നണതായിട്ടുള്ളൊരു വിഷമം അത് സുകുമാരകവി നല്ലവണ്ണം ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് വസുദേവർ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അത് അടുത്ത ദിവസം നോക്കണുള്ളൂ. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. പുണ്യകൃതാം പുരോഗ, മഹാത്മാവേ എന്നൊക്കെ വിളിച്ചതിന് ശേഷം മറ്റൊരു സംബോധനയാണ് പുണ്യം ചെയ്തവരിൽ ഏറ്റവും മുമ്പേ നടക്കുന്നവനെ പുരോഗ. പുര ഗച്ഛതീതി പുരോഗ, അതായത് പുര അഗ്രേ. പുണ്യം ചെയ്ത ആൾക്കാർ എത്രയോ പേര് നടക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഏറ്റവും മുൻപനായിട്ട് നടക്കേണ്ട ആളാണ് അങ്ങ് നന്ദഗോപര്. അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പറയാണ്, പുരാ ഏവ മേ മനീഷിതം സർവം അഭി ത്വയാ വ്യഥായി. പുരാ ഏവ, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, മേ മനീഷിതം, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മോഹം, സർവം ഒന്നല്ല, എൻ്റെ മനസ്സിലെ എല്ലാ മോഹങ്ങളും തന്നെ ത്വയാ വ്യഥായി, അങ്ങയാൽ ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മോഹം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, കൃഷ്ണന് യാതൊരു പരിക്കുകളും ഏൽക്കാതെ, ഒരു കുഴപ്പങ്ങളുണ്ടാവാതെ അവിടെ സംരക്ഷിക്കപ്പെടണം, കൃഷ്ണൻ സംരക്ഷിക്കപ്പെടണം, ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു കിട്ടണം. അതിന് അങ്ങ് വളരെയധികം ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ ശ്രീകൃഷ്ണനെ എനിക്ക് തിരിച്ചു കിട്ടി. എൻ്റെ മനസ്സിൽ എന്തായിരുന്നുവോ മോഹം, ഓരോ സംഭവങ്ങളും ഓരോ ദിക്കിൽ നടക്കുമ്പോഴും വസുദേവർ ഇവിടെ ഇരുന്നിട്ട് വളരെയധികം വിഷമിച്ചിട്ടുണ്ടാവണം. ദേവകിയും കുറേയധികം കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരുന്നിട്ടുണ്ടാവണം, തീ തിന്നിട്ടുണ്ടാവണം. എൻ്റെ മകൻ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. പലരെയും കംസൻ പറഞ്ഞേക്കണ വാർത്തകളൊക്കെ വസുദേവരും ദേവകിയും ഒക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ, കാരാഗ്രഹത്തിലിരുന്നിട്ടായാലും. അവരൊക്കെ കൂടി ചെന്നിട്ട് എന്താ അവിടെയൊക്കെ കാണിക്കുന്നുണ്ടാവുക, കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ടാവുക, ഇങ്ങനെ പലതും ഓർത്ത് വേവലാതി എത്രയോ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവണം ഇവർക്കൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പോറലും ഏൽക്കാതെ മക്കളെ 2 പേരെയും കിട്ടിയപ്പോൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ എത്ര കണ്ട് നന്ദി പറഞ്ഞാലും കടപ്പെട്ടാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ പറയണത് എന്നാണ് വസുദേവർ പറയണേ. അതാണ്, ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് മുഴുവനും അങ്ങ് എനിക്ക് ചെയ്തു തന്നു കഴിഞ്ഞു. ത്വയാ ഏവ വ്യഥായി. ഇനിയൊന്നും എനിക്ക് പറയാനില്ല എങ്കിലും എൻ്റെ ഒരു മോഹം കൊണ്ട്, അഹം ഞാൻ, ലോഭാതിശയാത്, എൻ്റെ ഒരു അത്യാഗ്രഹം എന്ന് കരുതിയാൽ മതി. ലോഭം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമാണ്, ആഗ്രഹമല്ല, കുറച്ച് കൂടിയ ആഗ്രഹമാണ്. അത് പറയാൻ പാടുമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ലോഭാതിശയാത്
ഭൂയ അഭി വീണ്ടും ഞാൻ അങ്ങയോട് ഭൂയ അഭി ത്വാം ഏതത് ഏകം കേവലം അഭ്യർത്ഥയെ. ഏതത് ഏകം, ഈ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അതായത് എല്ലാം അങ്ങ് നടത്തി തന്നു, ഇനി എനിക്ക് ഒരു മോഹം കൂടി ബാക്കിയുണ്ട്, അതും കൂടിയും അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തു തരണം. അതൊരു ലോഭമാണ്, അതൊരു അത്യാഗ്രഹമാണെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങയോട് പറയണത്. എന്നാലും അങ്ങ് അത് പരിഗണിക്കും എന്നുള്ള ഒരു വലിയ മോഹം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങേക്ക് അത് തള്ളിക്കളയാനാവില്ല. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണത്. ഞാനത് അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ അവതരിപ്പിക്കൽ നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കുളിർമഴ പെയ്യിക്കുന്ന ഒരു ആഗ്രഹമാണ് വസുദേവർ നന്ദഗോപരോട് പറയണത്. നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ഈ 2 ശ്ലോകങ്ങളും ചൊല്ലാം. സംരക്ഷതാ സജ്ജനപാരിജാതം വിഷദ്രുമം വൈരിജനസ്യ ശൗര്യം അഹം ച വംശശ്ച യദോർമഹീ ച സംരക്ഷിതം സർവമപി ത്വയൈവ പുരൈവ മേ പുണ്യകൃതാം പുരോഗ മനീഷിതം സർവമപി വ്യധായി ഭൂയോപി ലോഭാതിശയാദഹം ത്വാം അഭ്യർത്ഥയേ കേവലമേതദേകം. ഈ ഒരൊറ്റ മോഹം കൂടി എനിക്ക് ബാക്കിയുള്ളൂ, അതങ്ങ് നിർവർത്തിച്ചു തരണം, എനിക്ക് വേണ്ടിയിട്ട് അതങ്ങ് ഏറ്റെടുക്കണം എന്നാണ് പറയണത്. നമുക്കത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിക്കുകയാണ്. കവികൾ കടിഞ്ഞാണൂരി വിട്ട കുതിരകളെ പോലെയാണ് എന്ന് പറയും. അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ആഗ്രഹിക്കാം, ഇഷ്ടമുള്ളത് എഴുതാം എന്നുള്ളതൊക്കെയാണ് അടുത്ത ദിവസം ശ്ലോകം ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്നാലും സുകുമാരകവി അങ്ങനെ പറഞ്ഞുല്ലോ എന്നുള്ളൊരു ആശ്വാസത്തോടു കൂടിയിട്ട് ശ്ലോകങ്ങൾ 2ഉം ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.